വാളയാറിലെ പെൺകുട്ടികളുടെ മരണത്തിൽ മാതാപിതാക്കളെ പ്രതി ചേർത്ത് സിബിഐയുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മരിച്ച മൂത്ത പെൺകുട്ടിയുടെ ഓർമ്മ ദിവസമായ 13-ന് അട്ടപ്പളത്ത് കുടുംബത്തിന്റെയും വാളയാർ നീതി സമര സമിതിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കും. ഈ മാസം 25-ന് വാളയാറിൽ നിന്നും കലക്ട്രേറ്റിലേക്ക് കാൽനടയായി നാഷണൽ ജനതാദൾ നീതിയാത്ര എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. ഇവിടെ ഈ അമ്മ ഈ കുറ്റകൃത്യം മറച്ചു വെച്ചില്ല. നമ്മൾ മനസ്സിലാക്കണം, 2017 ജനുവരി 7-ന് ആദ്യത്തെ സംഭവം നടക്കുന്നു. ആദ്യത്തെ സംഭവം ആത്മഹത്യയാണെന്ന് ലോകം മുഴുവൻ ധരിക്കത്തക്ക രീതിയിലൊരു സംഭവം ഉണ്ടാകുന്നു. അവിടെ ഒരു കുറ്റകൃത്യമുണ്ടോ എന്ന്, ഒരു ആത്മഹത്യയ്ക്ക് ഒരു പ്രതി അറസ്റ്റ് ചെയ്യാമെന്ന് ഈ സ്ത്രീക്ക് അറിഞ്ഞോളുന്നില്ല. ഇവർ പിന്നോക്ക സമുദായക്കാരിയാണ്, സാമ്പത്തികമായി വളരെ താഴെയുള്ളൊരു സ്ത്രീയാണ്. അവർ അറിഞ്ഞില്ല, അവർ റിപ്പോർട്ട് ചെയ്യാൻ വൈകി. അതൊരു കാലതാമസം മാത്രമാണ്. കാലതാമസമല്ല പോക്സോ നിയമത്തിലെ സെക്ഷൻ 21-ലുള്ളത്. ഒരു കുറ്റകൃത്യം മറച്ചു വെക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ടാക്കാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ പിടികൂടാനാണ് സെക്ഷൻ 21 വെച്ചിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടുന്ന ലൈംഗികപരമായുള്ള കുറ്റകൃത്യങ്ങളിൽ പരാതിപ്പെടാൻ വൈകിയാൽ ആ പരാതിപ്പെടാൻ വൈകുന്നത് പ്രധാനമായി കണക്കാക്കാനേ പാടില്ല എന്ന് സുപ്രീം കോടതി എത്രയോ പ്രാവശ്യം വിധി കൽപ്പിച്ചിട്ടുണ്ട്. ഈ ഉറപ്പായിട്ടും എൻ്റെ ഉറച്ച വിശ്വാസപ്രകാരം CBI കൊടുത്തിരിക്കുന്ന ഈ 2 പേരെ പ്രതികളാക്കിക്കൊണ്ടുള്ളത് താമസിയാതെ തന്നെ ഹൈക്കോടതിയിൽ റദ്ദ് ചെയ്യപ്പെടും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു കാരണവശാലും ഇക്ബാൽ, ഇപ്പോൾ മാതാപിതാക്കളെ പ്രതിചേർത്ത സംഭവത്തിൽ വലിയ പിന്തുണ ഈ കുടുംബത്തിന് ലഭിക്കുന്നുണ്ടോ? ഈ വിഷയത്തിൽ 2 തട്ടായി ചർച്ചകൾ നടക്കുകയാണിപ്പോൾ. സ്മൃതി, ഈ വാളയാർ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് CBIയുടെ തിരുവനന്തപുരം ക്രൈം യൂണിറ്റ് കൊച്ചിയിലെ CBI കോടതിയിൽ ഒരു അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിലാണ് പീഡന വിവരം അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചെന്ന് കാണിച്ച് ബലാത്സംഗ പ്രേരണ കുറ്റം ചുമത്തി ഈ കുട്ടികളുടെ അമ്മയെയും രണ്ടാനച്ഛനെയും CBI പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ കുടുംബത്തിനൊപ്പം ചേർന്നുകൊണ്ട് വാളയാർ നീതി സമര സമിതിയും അതുപോലെ തന്നെ നാഷണൽ ജനതാദളും ഇപ്പോൾ സമരത്തിന് ഒരുങ്ങുകയാണ്. ഈ വാളയാറിലെ സഹോദരിമാരിൽ മൂത്ത കുട്ടിയുടെ ഓർമ്മ ദിവസം, അത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ്, 13-ാം തീയതിയാണ്. ആ ദിവസം ഈ ഓർമ്മ ദിവസം സംഘടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വാളയാറിലെ അട്ടപ്പള്ളത്ത് വെച്ച് ഇപ്പോൾ ഈ മാതാപിതാക്കളെ പ്രതി ചേർത്തതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് ഈ പെൺകുട്ടികളുടെ കുടുംബവും അതുപോലെ തന്നെ വാളയാർ നീതി സമര സമിതിയും വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ നാഷണൽ ജനതാദളിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ വാളയാറിൽ നിന്നും പാലക്കാട് കളക്ടറേറ്റിലേക്ക് ഒരു നീതി യാത്ര നടത്തുമെന്നാണ് ഇപ്പോൾ ആ പ്രതിഷേധക്കാരും അറിയിച്ചിരിക്കുന്നത്. അതായത് സ്ത്രീകൾ പരാതിക്കാരായി വരുന്ന ക്രിമിനൽ കേസുകളിൽ പരാതി ബോധിപ്പിക്കാൻ വൈകിയാലും അതൊരു ഗുരുതര കുറ്റമായി കണക്കാക്കരുതെന്ന് സുപ്രീം കോടതി തന്നെ പല കേസുകളിലും പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആ കാര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ CBI ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നതെന്നാണ് നാഷണൽ ജനതാദളിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടെ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ജോൺ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കുറ്റപത്രം CBI ഇപ്പോൾ സമർപ്പിച്ചുള്ള അന്തിമ കുറ്റപത്രം അത് ഒരിക്കലും അംഗീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ നാഷണൽ ജനതാദളും അതുപോലെ തന്നെ വാളയാർ നീതി സമര സമിതിയും തയ്യാറെടുക്കുന്നത്. ഈ പെൺകുട്ടികളിൽ മൂത്ത സഹോദരിയുടെ ഓർമ്മ ദിവസം ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. ആ ദിവസം തന്നെ പ്രതിഷേധം ആരംഭിക്കാനാണ് വാളയാർ നീതി സമര സമിതിയുടെ തീരുമാനം. സ്മൃതി.